ഇത് ആദ്യമായാണ് ഇത്ര ദൈർഘ്യമുള്ള ഒരു ബസ് യാത്ര ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്. ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ, കാലിഫോർണിയ വരെ ഒരു ബസ് യാത്ര. ഏകദേശം 3 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. 5 ബസ് മാറിക്കയറണം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പലരും പറഞ്ഞു കേട്ടതനുസരിച്ച് ന്യൂയോർക്കിലെ ബസ് യാത്ര നാട്ടിലെ ബസ് യാത്രയേക്കാൾ മനോഹരമാണ്, വളരെ സുഖകരമായിരിക്കും എന്നൊക്കെയാണ് ഒരു ഫീഡ്ബാക്ക് കേട്ടത്. ഏതായാലും ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഒരല്പം സാഹസികമായ തീരുമാനമായിരുന്നു എങ്കിലും ഈ യാത്രയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ഈ ബസ് യാത്ര നമ്മളുടെ ഫ്ലൈറ്റിനേക്കാളും കോസ്റ്റ്ലിയാണ്. പ്രധാനമായിട്ട് 3 രീതിയിലാണ് നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യാം, ട്രാക്കിലൂടെ യാത്ര ചെയ്യാം, ബസ് യാത്രയും ചെയ്യാം. അതിൽ ട്രെയിനും ബസ്സുമാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാവൽ ഓപ്ഷൻസ്. താരതമ്യേന ചെറിയ ചെലവ് മാത്രമേ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വരുള്ളൂ. പക്ഷെ ഫ്ലൈറ്റ് യാത്ര എനിക്ക് അധികം എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യത്തോളം ഈ ന്യൂയോർക്കിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്, സ്പിരിറ്റ് എയർവേസിലും മറ്റുമൊക്കെ ആയിട്ട്. എനിവേ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വളരെ ദൈർഘ്യമുള്ള ഒരു ബസ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ ബസ് യാത്രയുടെ ഓരോ ഘട്ടങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഐഡിയാസ്. ഇന്നലെ ഇവിടെ കരുണ ചാരിറ്റീസ് എന്നുള്ള പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു ന്യൂജേഴ്സിയിൽ വെച്ചിട്ട്. ഇവിടെ ഈ വുഡ്ബ്രിഡ്ജ് എന്നുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹോട്ടലിൽ ഇവിടെ ഈ ന്യൂജേഴ്സിയിൽ ഞാൻ ഇക്കഴിഞ്ഞ 2 ദിവസമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ആ ഈവെന്റിന് പോകാനുള്ള തയ്യാറെടുപ്പിനിടയ്ക്കാണ് നമ്മുടെ ഈ ട്രാവൽ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചത്. ആക്ച്വലി ട്രാവലിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ പുറപ്പെടുന്നതേ ഉള്ളൂ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 2 പെട്ടി ഇവിടെ എൻ്റെ തന്നെ ഒരു ചേച്ചിയുണ്ട്, ഷീല ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇതാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന പെട്ടിയും ബാഗും. ഇതാണ് ഇവിടെ ന്യൂജേഴ്സിയിൽ വച്ചിട്ട് പോകാനുള്ള 2 പെട്ടിയുമായിട്ട് ഞാൻ താഴെ ഇപ്പോൾ ലോബിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലിഫ്റ്റിൽ വെച്ചിട്ട് ഒരു ഫോറിൻ കപ്പിൾ ഉണ്ടായിരുന്നു, ഇവിടുത്തെ US സിറ്റിസൺസ്. അപ്പോഴവര് where you are heading to എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഈ വലിയ പെട്ടികളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം പ്ലാനിങ് ടു ടേക്ക് എ ബസ് ട്രിപ്പ് ടു കാലിഫോർണിയ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ യു ആർ സോ ബ്രേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയത് കേട്ടോ. എനിക്ക് യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമല്ലേ. അപ്പോൾ എന്താകും എന്നറിയില്ല. എനിവേ, ലെറ്റ്സ് സീ. പിന്നെ താഴെ ഇപ്പോഴ 2 പേര് ലോബിയിലേക്ക് വന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒന്ന് എന്നെ ബ്രൂക്ലിനിലേക്ക് കൊണ്ടുപോകുന്ന സിജി ആനന്ദ് ഇവിടുത്തെ ഒരു വലിയ സിംഗറൊക്കെയാണ് കേട്ടോ, ന്യൂജേഴ്സിയിലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിജി. അപ്പോൾ സിജിയാണ് എന്നെ ബ്രൂക്ലിനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് സിജിയുടെ വൈഫ്. എന്തായിരുന്നു ഞാൻ പേര് പറഞ്ഞു? ജയശ്രീ. ഓക്കെ സിജി, താങ്ക് യു. ഞാനിപ്പോൾ വരാം. താങ്ക് യു. ഹായ്, ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ സ്വന്തം ഷീല ചേച്ചി. അയ്യോ, ഞാൻ ഇന്നലെ ഷീല ചേച്ചിയുടെ ഈവൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കരുണ ചാരിറ്റീസിൻ്റെ ഗംഭീര ഈവൻ്റ് ആയിരുന്നു. അതിൽ സിജിയുടെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സിജിയും ശബരിനാഥും അവരുടെ പേരെന്തൊക്കെയായിരുന്നു വെച്ചാൽ മറ്റേ അനിതാകൃഷ്ണയും വേറെയും. ഷീല ചേച്ചിയാണ് കരുണ ചാരിറ്റീസിന്റെ കറന്റ് പ്രസിഡന്റ്. അതെ. സോ കരുണ ചാരിറ്റീസ് ഓർഗനൈസ് ചെയ്തൊരു ഈവന്റ് ആയിരുന്നു ഇന്നലെ രാത്രി. അതിനകത്ത് വയലാർ സ്മൃതികളിൽ നിന്ന് മനോഹരമായ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പാടാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞാൻ, അനിത, ശബരിനാഥ്, അശ്വതി ആൻഡ് ടോം ആയിരുന്നു പങ്കെടുത്തിരുന്നത്. അതുകൂടാതെ ലൈവ് ഓർക്കസ്ട്ര കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ എൻജോയ് ചെയ്തു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. പിന്നെ ഗസ്റ്റായിട്ട് തഹസിനും പിന്നെ ജോഷി.
ഞാനും ഇവിടെ വന്നിട്ട് ഒരു ലോങ്സ്റ്റ് ബസ് യാത്ര ചെയ്തതെന്ന് പറയുന്നത് ന്യൂയോർക്ക് ടു നയാഗ്രയാണ്. പക്ഷെ അത് ലോങ്സ്റ്റ് വലുതായിട്ടൊന്നുമില്ല, 6 hours. അതെ അതെ. ന്യൂയോർക്ക് ടു നയാഗ്ര പറഞ്ഞാൽ ഇവിടെ കുറെ ചൈനീസ് കമ്പനീസ് ഉണ്ട്. കമ്പനീസ് അല്ല, അവര് ചൈനീസ് ടീംസ് ഉണ്ട്. അവർക്ക് ഒരു മെയിൻ ഒരു വൺ ഓഫ് ദ മെയിൻ തിങ് ഈസ് അവർക്ക് കുറെ ബസ് അങ്ങനത്തെ കുറെ കമ്പനീസ് ഉണ്ട്. സോ ന്യൂയോർക്കിൽ നിന്ന് വളരെ ചീപ്പായിട്ട് ഒരു നയാഗ്ര എനിക്ക് തോന്നുന്നത് സാധാരണ ബസ് പിടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയൽ കോസ്റ്റ്ലി. പക്ഷെ അവരുടെ ആ ബേസിലുള്ള കുറെ ബസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് അവിടെ കൊണ്ടുപോകലും തിരിച്ചു കൊണ്ടുവരലൊക്കെ അവരുടെ ബേസിലാണ്. വണ്ടർഫുൾ ജോബ്. ഞാൻ പക്ഷെ പോയിട്ട് റൗണ്ട് ട്രിപ്പ് ആയിരുന്നില്ല, ഞാൻ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തു. വേയിൽ ഞാനും സിജിയുമായിട്ട് ഇങ്ങനെ സിനിമ ബേസ്ഡ് ആയിട്ട് ഒരു വളരെ സീരിയസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സിജിയോട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ വളരെ അല്പം ഒരു ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള മൂവീസ് മാത്രമേ അതിന് മാത്രമേ വലിയ സ്പേസ് ഉള്ളൂ, അല്ലാതെ ചെറിയ ബഡ്ജറ്റ് മൂവീസ് ഒന്നും ആരും കാണുന്നില്ല, അതിന് നമ്മുടെ OTT ബിസിനസ് പോലെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ സിജി പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. സിജിയെ കൊണ്ട് ഒന്നുകൂടെ അത് പറയിപ്പിക്കാം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നതാണ്, ഇപ്പൊ നമ്മൾ പല മൂവീസും OTT കാണുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ ടോപ്പ് സ്റ്റാർസിന്റെ കാണുന്നുണ്ട്, അതായത് സ്റ്റാറിന്റെ പേര് പോലും അറിയാത്ത മൂവീസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ അടിപൊളിയായിരുന്നു പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമുക്ക് ഓക്കെ ഒന്നിൽ നിർത്താതെ ചിരിക്കാവുന്നതോ അല്ലെങ്കിൽ നല്ലൊരു കഥയോ അല്ലെങ്കിൽ നല്ലൊരു അങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം നേരത്തെ ബോറടിക്കാതെ പ്രേക്ഷകനെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഗുഡ് സക്സസ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി അതാണ്. പിന്നെ ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ ആൾക്കാർക്ക് ഒരു 2 മണിക്കൂർ കണ്ടിരിക്കാനുള്ള ക്ഷമ കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 1.5 hours 145 അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ബി വെരി സക്സസ്. കാരണം ഇപ്പൊ എല്ലാവരും ട്രെൻഡും അങ്ങനെയാണ്. ആൾക്കാർക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ഒരു 3 minute ഒന്നും വീഡിയോ കാണാനുള്ള ക്ഷമയില്ല. എല്ലാം റീൽസും കണ്ട് 1 minute 1.5 minute എല്ലാവർക്കും അവസാനിക്കേണ്ടത്. സോ ആ ഒരു തീം തന്നെ ആക്ച്വലി മൂവിയിലോട്ട് പോകുമ്പോഴും 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമയൊക്കെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ കാണുന്നത്. ഇപ്പൊ രജനീകാന്തിന്റെ മൂവിയൊക്കെ 2.5 മണിക്കൂർ കാണാമെന്ന് വെച്ചാൽ ഐ ആം സോറി, എനിക്ക് എന്നെക്കൂടെ പറ്റില്ലെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ഇപ്പൊ ചെറിയ മൂവി ആണെങ്കിൽ അതിനകത്ത് ചെറിയ കണ്ടന്റ് ഉണ്ട്, ആൾക്കാരെ പിടിച്ചെടുത്താനുള്ള സാധനം ഉണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ട് വിജയിച്ചിരിക്കും. ദാറ്റ്സ് മൈ തിങ്. അല്ലാണ്ട് അതും പ്രത്യേകിച്ച് ഡയറക്ടറോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന്റേതായ പ്രേക്ഷകന്റെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ വാട്ട് ഹി എക്സ്പെക്ട്സ് പറഞ്ഞ പുള്ളി എടുക്കുന്ന എനിക്കറിയാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു സോഹൻലാൽ. നമ്മുടെ ഈ ബസ് യാത്രയെ കുറിച്ച് എന്ത് പറയുന്നു? ഈ യാത്ര ഇഷ്ടപ്പെടുന്ന ആളെന്നൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. ആണ് ഒരു ബസ് യാത്ര ചേട്ടൻ പറഞ്ഞ പോലെ ഒരു നയഗ്ര ഫോൾസ് ബസ് യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ട്. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണ് പോയത്. അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ദിവസം താമസിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ആംട്രാക്ക് പോയത് കോവിഡ് സമയത്തിലാണ് ഞങ്ങൾ ആംട്രാക്ക് യാത്ര ട്രൈ ചെയ്തത്. ഫ്ലോറിഡ ആ ഭാഗത്തോട്ടാണ് പോയത്. നമ്മുടെ ലോർട്ടൺ വെർജീനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ദർ ഇസ് എ ട്രെയിൻ, ഓവർനൈറ്റ് ട്രെയിൻ വിച്ച് വിൽ ടേക്ക് യു ടു ഫ്ലോറിഡ. അതിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താന്ന് വെച്ചാൽ യു ക്യാൻ ടേക്ക് യുവർ വെഹിക്കിൾ വെൻ യു ഗോ ഫോർ ദ ട്രിപ്പ്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ട്രിപ്പ് പോയിട്ട് വന്നതാ. കുറേ കീ വെസ്റ്റ് ആ കാര്യങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വന്നു. It was a good one. It was a good trip.
നമ്മളിപ്പോഴേ ബ്രൂക്ലിൻ എന്നുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ 3rd അവന്യൂയില് 38th സ്ട്രീറ്റിലാണ് നമ്മുടെ ബസ് വരുന്നത്. ഇവിടെ നിന്ന് വാഷിങ്ടൺ DC-യിലേക്കാണ് ആ ബസ് പോകുന്നത്. അത് 5 hours മറ്റോ ആണ് ട്രാവൽ. അതിനുശേഷം വാഷിങ്ടൺ DC-യിൽ നിന്ന് വേറൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിവിടെ ബസ് വരുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ കോസ്കോയിലേക്ക് പോകുന്നത്. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ DC വരെ ഈ ഫ്ലിക്സ് എന്നുള്ള ബസ്സിലാണ് പോകുന്നത്. അവിടെ നിന്ന് വേറെ ഗ്രേഹൗണ്ടിന്റെ ബസ്സിലാണ് അവിടെ നിന്നുള്ള പിന്നെ യാത്രകൾ. അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തപ്പോഴ് ഓൾറെഡി സീറ്റ് നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെ ഒരു ബുക്കിംഗ് ആപ്പിലുണ്ടായിരുന്നത്. അതിൽ ഈ ന്യൂയോർക്ക് ടു വാഷിങ്ടൺ DC മാത്രമായിരുന്നു എനിക്ക് വിൻഡോ സീറ്റ് അല്ലാതെ ഒരു എയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ക്യാൻ യു പ്ലീസ് വിൻഡോ സീറ്റിൽ ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു. സോ അപ്പോൾ ഈ ആദ്യത്തെ യാത്രയിലും വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ അനൂജ് പട്ടേലാണ് എനിക്ക് കക്ഷിക്ക് വിൻഡോ സീറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴ് 1 മണിക്കൂറോളം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതാണ് ഈ ന്യൂ ബോൺസ്വിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ലേഡി വഴിയരിയിരിക്കുന്ന ഒരു ഷോട്ട് കണ്ടല്ലോ, അതാണ് ന്യൂ ബോൺസ്വിക്ക്. ഈ US-ലൂടെയുള്ള ഈ റോഡ് ട്രിപ്പിൻ്റെ ഇപ്പോൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറെൻറ്റ് ടെറൈനുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. നമ്മൾ ആദ്യം കാണുന്ന ഒരു അർബൻ ഒരു നിറയെ വാഹനങ്ങളൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമേ ആയിരിക്കില്ല അല്പം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത്. ഇവിടെയൊക്കെ ഏകദേശം നമ്മളൊരു കുറച്ചൊരു ഗ്രാമഭംഗിയുള്ള, കുറച്ചൊക്കെ ഒരു പച്ചപ്പുള്ള, കുറച്ചുകൂടി ഒരു ശാന്തതയുള്ള ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ഈ ന്യൂ ബോൺസ്വിക്ക് കഴിഞ്ഞിട്ട് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാഷിങ്ടൺ DC യൂണിയൻ സ്റ്റേഷൻ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിലാണ് എത്താൻ പോകുന്നത്. അവിടെ ഒരു 1 hour-ഓളം സമയമുണ്ട്, 1 hour-ൽ കൂടുതൽ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബസ്സിലാണ് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ദൈർഘ്യമുള്ള ഒരു യാത്രയാണ്. ദുബായിലെ മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നായിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ 2ാമത്തെ ജോലിയായിരുന്നു അത്. ഇന്ത്യ വിഷനിൽ നിന്ന് നേരെ ഈ ദുബായ് മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിലേക്കായിരുന്നു വന്നത്. അന്ന് അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു നഗര ദൃശ്യം കാണുമ്പോൾ ഇങ്ങനെ എന്തിനെന്നറിയാതെ ഓടിപ്പോകുന്ന കുറേ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വളരെ നമ്മൾ കണ്ട ആ
ഒരു ഏജിലൊക്കെ, എൻ്റെ 23-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ഞാൻ അവിടെ പോയിട്ടുണ്ടാകുക. അപ്പോൾ ഈ കാണുന്ന ഈ നഗര ദൃശ്യത്തിൻ്റെ ഒരു അത്ഭുതത്തിൽ ആ ഒരു ഷോട്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒഴുകി 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 ഈ നദി എവിടെ പോകും എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അത് കമ്പൈൽ ചെയ്ത് മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിൽ ഞങ്ങൾ ഒരു ഷോ പോലെയൊക്കെ ചെയ്തത് ഓർമ്മയുണ്ട്. വേറെ ഏതൊരു ഷോയുടെ പാട്ടായിട്ട് ഈ ഒരു ഷോട്ടിന് ആ ഒരു ഗാനം ഉപയോഗിച്ചു എന്നതുള്ളൂ. വീണ്ടും ഇവിടെയും ഇങ്ങനെ ഈ ചുള്ളിക്കാടിൻ്റെ ഒരു വഴിയുണ്ടല്ലോ, മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ. അപ്പോൾ അതുപോലെ ഈ മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ കാണുമ്പോൾ ഈ മനുഷ്യന്റെ ഈ പരക്കപ്പാച്ചിലൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ തോന്നിപ്പോകും. ഇത് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഡോക്ടർ വി ജോർജ് മാത്യുവിനെയാണ്. എൻ്റെ ഒരു ഗുരുനാഥനായി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം തിരുവനന്തപുരത്തിന് പുറത്ത് അധികം യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിലും ഹിമാചലിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് 2 പേര്, അദ്ദേഹത്തിൻ്റെ നീസ്, ഇവരെല്ലാവരും അമേരിക്കയിലാണ്. അവർ പല പ്രാവശ്യം അമേരിക്കയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമില്ല. അമേരിക്കയിലേക്ക് നല്ല ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ദീർഘസമയം യാത്ര ചെയ്ത് എത്തേണ്ട ഒരിടത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷെ താമസിക്കുന്ന സ്ഥലത്തുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ കോവളവും വർക്കലയും ആണല്ലോ നമ്മുടെ ഒരു പ്രധാന ബീച്ചുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബീച്ചുകളുണ്ടെന്ന്, കുറേ ഈ കാക്കത്തുരുത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ, നമുക്ക് വള്ളത്തിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ജോർജ് മാത്യു സാറിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുതരം കണ്ടൻമെന്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മൾ എവിടെയാണോ അതിൽ നമുക്ക് ഒരു തൃപ്തരാകാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളത്, അതിനാണ് കണ്ടൻമെന്റ് എന്ന് പറയുന്നത് തോന്നുന്നു. ഇത് പക്ഷെ നമ്മൾ ചുറ്റും കാണുന്നത് എല്ലാവരും എന്തിനോ വേണ്ടി പരക്കം പായുകയാണ്. ഞാൻ ഉൾപ്പെടെ, ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടെ. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ വേഗത എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. മാത്രമല്ല, നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം ഒന്ന് മാറും, ഒന്നുകൂടി എല്ലാം ഒന്ന് വേഗത്തിലാവും. എനിക്ക് തന്നെ വ്യക്തിപരമായി അത്തരത്തിലുള്ള ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് US വരുന്ന സമയത്ത് ഞാൻ 2 സിനിമകൾ മാത്രം ചെയ്ത സംവിധായകനായിരുന്നു. ഓർക്കുക വല്ലപ്പോഴും, കഥവീട്, ഈ 2 സിനിമകൾ മാത്രമായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കഥവീട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം വേറെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആ സമയത്ത് ചാനലിൻ്റെ ജോബും ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അസുഖവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വീട്ടിലും ഒരു ഭയങ്കര മടിയനായിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. ആക്ച്വലി ഞാൻ ആദ്യത്തെ അമേരിക്ക യാത്ര കഴിഞ്ഞിട്ട് പിന്നെയുള്ള 3 വർഷങ്ങളിൽ ഞാൻ 3 സിനിമകൾ ചെയ്തു. അതാണ് നമ്മുടെ ചിൽഡ്രൻസ് ഫിലിം ട്രിലോജി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 3 സിനിമകൾ. എങ്കിലും ജീവിതത്തിൻ്റെ ഒരു താളം മാറി. നമ്മൾ വളരെ ആക്റ്റീവ് ആകണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ഇപ്പോൾ ഈ യാത്ര കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഈ യാത്രയിലൂടെ നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റവും പെട്ടെന്ന് കൂടുതൽ അടുത്ത വർക്കുകൾ ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയൊരു 45 മിനിറ്റ്സേ ഉള്ളൂ വാഷിങ്ടൺ DC എത്താൻ വേണ്ടിയിട്ട്.
അതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ അയാളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വാഷ്റൂമിലേക്കൊക്കെ പോവുകയാണ്. ഞാനും അങ്ങനെ ഇവിടെ എന്തൊക്കെയുണ്ട് ഈ സ്ഥലത്ത് എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഒരു 30 minutes എടുക്കുമെന്ന് തോന്നുന്നു പുതിയ ഡ്രൈവർ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അറൗണ്ട് 30 minutes കൊണ്ട് പുതിയ ഡ്രൈവർ വരുമെന്നുള്ളതല്ലാതെ വളരെ ക്ലാരിറ്റിയോടെ ഒന്നും നമ്മുടെ ഈ ഫസ്റ്റ് ബസ്സിൻ്റെ ഫസ്റ്റ് ഡ്രൈവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സാൻഡ്വിച്ച് വാങ്ങിയിട്ട് ബസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആക്ച്വലി ഇതാണ് യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ക്രൈസിസുകൾ കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് വിൽ ബി റീച്ചിങ് യൂണിയൻ സ്റ്റേഷൻ വാഷിംഗ്ടൺ DC only by 5:30. അവിടെ നിന്ന് നമ്മുടെ അടുത്ത ബസ് നമ്മൾ എടുക്കേണ്ടത് 5:35-നാണ്. ഇതിനിടയ്ക്ക് പഴയ ഡ്രൈവർ മാറിയിട്ട് പുതിയൊരു ഡ്രൈവറാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ എന്തോ യഥാർത്ഥത്തിൽ വരേണ്ട ഡ്രൈവർ അല്ല വന്നത്, വരേണ്ട ഡ്രൈവർ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇയാൾ ഇവിടെ വന്നിട്ട്. എന്തായാലും നമുക്ക് അടുത്ത ബസ്സിന്റെ സമയത്തിന് മുൻപ് തന്നെ വാഷിംഗ്ടൺ DC എത്താൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇത് 2 ബസ് കമ്പനീസ് ആണ്. നമ്മളിപ്പോൾ ആദ്യത്തെ ബസ്സിൽ കയറിയിരിക്കുന്നത് ഈ ഫ്ലെക്സി ബസ് എന്നുള്ളതിലാണ്. ബാക്കിയുള്ളതെല്ലാം ഗ്രേ ഹൗണ്ട് എന്നുള്ള വേറൊരു കമ്പനിയുടെ ബസ്സിലാണ് ട്രാൻസ്പോർട്ടേഷൻ. എനിക്ക് തോന്നുന്നൊരു ലോങ് അവേഴ്സ് ഒക്കെ വരുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ബസ് എടുക്കാനുള്ള തുടക്കമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് പുതിയ ബസ് വാഷിംഗ്ടൺ DCയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പോകുന്ന ബസ്, അതൊരു മോർ ദാൻ 10 hours നമ്മൾ ആ ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത്. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇപ്പോഴും ഈ 2 പഴയ ഡ്രൈവറും പുതിയ ഡ്രൈവറും തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ. അവർക്കിടയിൽ ഇപ്പോഴും എന്തോ ഒരു ആശയക്കുഴപ്പമെന്ന് തോന്നുന്നു. അതെ, പഴയ ഡ്രൈവർ ഇറങ്ങി പോകുന്നുണ്ട്. ഇയാൾ എപ്പോഴും ഇവിടെ വാതിലോട് നിൽക്കുക കേട്ടോ. അയാളുടെ ബസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ലാന്ന് തോന്നുന്നു. എല്ലാം ഭയങ്കര ക്രേസി ഡ്രൈവേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പം ഇവിടെ ചാടി പോയില്ലേ, അയാളാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. അയാൾ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ്. എന്താ അറിയില്ല. എനിവേ ലെറ്റ്സ് സീ. കക്ഷി വീണ്ടും തിരിച്ച് പോകുന്നുണ്ട്. എന്തായാലും അറ്റ് ലാസ്റ്റ് ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ 4:35 വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. ഇപ്പോൾ 5:29 PM എന്നാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബസ്സിന്റെ ഡീറ്റെയിൽസ്. അത് 5:35 വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അത് ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്ത് നാളെ രാവിലെ 10 മണിക്ക് ഷിക്കാഗോ ബസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമ്മുടെ ഈ പുതിയ ഡ്രൈവർ കറക്റ്റ് സമയത്ത് നമ്മളെ വാഷിംഗ്ടൺ യൂണിയൻ സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത ബസ് നമുക്ക് കൃത്യസമയത്ത് അടുത്ത ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് യാത്ര പുതിയ ബസ്സിൽ തുടരാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മുടെ യാത്ര തുടരുന്ന കാര്യത്തിൽ ഒരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ടാകുമോ എന്നൊരു
പേടിയുണ്ട്. 5:37 ആണ് ഇപ്പോൾ അറൈവിംഗ് ടൈം കാണിക്കുന്നത്. 4:35 അവിടെ എത്തേണ്ടതായിരുന്നു. നമ്മളുടെ പുതിയ ബസ് നമുക്ക് അടുത്ത യാത്ര തുടരേണ്ട ബസ് അവിടെ നിന്ന് പുറപ്പെടുന്നത് 5:35 അടുത്ത ബസ് പുറപ്പെടുന്നതിന് മുമ്പ് വാഷിങ്ടൺ DC-യിൽ കൃത്യമായിട്ട് എത്തുമോ എന്നും ഈ യാത്ര തുടരാൻ സാധിക്കുമോ എന്നും സംശയമുള്ളത് എനിക്ക് മാത്രമല്ല, ഈ അടുത്ത ബസ്സിലേക്ക് യാത്ര തുടരാനായിട്ട് ഇരിക്കുന്ന പലരുമുണ്ട്. ഇത് ഒരേ ബസ് കമ്പനിയുടേതായിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം സംഭവിച്ചത്, ചില മനുഷ്യരുടെ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല എന്ന് കരുതുന്ന. അപ്പോൾ ആ ഒരു ധാർഷ്ട്യമായിരുന്നു ഈ ഫ്ലെക്സ് ബസ്സിൽ. പുതിയൊരു ഡ്രൈവർ വരാൻ താമസിക്കുകയോ മറ്റോ ചെയ്തു, അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റില്ലെന്ന് അറിയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് വേണമെങ്കിൽ ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് വെറും ഒരു 45 മിനിറ്റ് മാത്രം മതിയായിരുന്നു. അയാൾക്ക് ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അയാൾ എടുത്തിരുന്നെങ്കിൽ ഈ യാത്രക്കാരും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തില്ലായിരുന്നു. മേ ബി ഫ്ലിക്സ് ബസ്സും വലിയൊരു പ്രതിസന്ധിയിൽ എത്തിയിട്ടുണ്ടാവും. ഇദ്ദേഹം യാത്ര തുടരാനാവില്ല, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ അവർക്ക് പെട്ടെന്ന് പുതിയ ഡ്രൈവർ ജോയിൻ ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് വേറൊരു ഡ്രൈവറെ കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്ന കൺഫ്യൂഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഡിലേ ഉണ്ടാക്കിയത്. എന്തായാലും ഇപ്പോഴും കാണിക്കുന്നത് വാഷിങ്ടൺ DC-യിൽ ഈ ബസ് 5:45 എത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അവിടെ നിന്ന് അടുത്ത ബസ് ഗ്രേഹൗണ്ടിൻ്റെ ബസ് പുറപ്പെടുന്ന സമയം 5:35 എന്നുള്ളതിൽ ഇപ്പോഴും മാറ്റമില്ല. അങ്ങനെ യാത്രയുടെ 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വാഷിങ്ടൺ DC-യിൽ നിന്ന് ഷിക്കാഗോയിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വലിയൊരു പേടിയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ബസ് കിട്ടി. പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റി. ഈ പുതിയ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഒരു ബാഗേജ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു വലിയ ലോസ് എന്ന് പറയാവുന്നത് എൻ്റെ ലാപ്ടോപ്പ് ആ ബാഗിനകത്തായിരുന്നു. അപ്പോൾ അത് ഗ്രേഹൗണ്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. തിരിച്ച് കിട്ടുമായിരിക്കും. എന്തായാലും യാത്ര ഇപ്പോഴ് അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെ രാത്രി പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. രാത്രി പിന്നെ ബസ്സിനകത്ത് ഒട്ടും പ്രകാശവും ഇല്ലായിരുന്നു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് കൂടുതൽ വേദനിക്കരുത് എന്നാണല്ലോ. പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം ആ ലാപ്ടോപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ പുതിയ മൂവിയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ ഉൾപ്പെടെ ഹാർഡ് ബുക്കിംഗ് എൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡേറ്റ ലാപ്ടോപ്പിനകത്താണ്. പിന്നെ നമ്മളിപ്പോൾ ഓരോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ലാപ്ടോപ്പിലൂടെയാണല്ലോ നമ്മുടെ എഡിറ്റർ സാജന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ട്. എനിവേ അങ്ങനെ നമ്മൾ ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മുടെ യൂട്യൂബ് വീഡിയോ തുടരാം എന്നിങ്ങനെ തീരുമാനിച്ചത്. ഷിക്കാഗോ ഇനി 59 മൈൽ എന്നാണ് കാണിച്ചത് കേട്ടോ. ഈ വഴിയിൽ ഇപ്പോൾ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഇൻഡ്യാന എന്നുള്ള സ്റ്റേറ്റിലൂടെയാണ് കേട്ടോ. അമേരിക്കയിലെ ഏറ്റവും പച്ചപ്പുള്ള, ഏറ്റവും ഗ്രാമഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇൻഡ്യാന എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. യാത്രക്കിടയിൽ ഭക്ഷണം കൂടുതലും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു സാൻഡ്വിച്ചും ഒരു ബർഗറും ഒക്കെ കഴിച്ചു. അപ്പോൾ എനിക്കതൊരു അനുഭവമായി തോന്നിയത്, നമ്മൾ നന്നായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു 40 മിനിറ്റ് ബ്രേക്ക് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ ബസ്സിലിരുന്നിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിരുന്ന് നമ്മൾ എഴുതിക്കും. ബാഗ് നഷ്ടപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് ഞാൻ എൻ്റെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചിരുന്ന, പ്രധാനപ്പെട്ട കുറച്ച് കാശും ഒക്കെ വെച്ചിരുന്ന ബാഗ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആക്ച്വലി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഈ സിജിയുടെ വൈഫിനെയാണ്. അവരെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടേ ഉള്ളൂവെങ്കിലും ഈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് അതൊരു ബാക്ക് പാക്കിലേക്ക് വയ്ക്കാൻ പോയ സമയത്ത് അതിൽ സ്ഥലമില്ലാതെ കുറച്ച് സാധനങ്ങൾ വീണ്ടും ഈ നമ്മുടെ ഡ്രസ്സൊക്കെ ഇരുന്ന ബാഗിലേക്ക് മാറ്റേണ്ടി വന്നു. ആ ബാഗിനകത്തായിരുന്നു ഞാൻ ഈ ചെറിയ ബാഗ്, പാസ്പോർട്ടും ഈ പണമൊക്കെ വെച്ചിരിക്കുന്ന ബാഗ് അതിനകത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ സിജിയുടെ വൈഫ് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഈ ബാഗ് എടുത്തിട്ട് ഈ പ്രത്യേകിച്ച് മാറ്റിയത്. അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും എനിക്ക് തുടരാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ആയിരിക്കില്ലായിരുന്നു. ഇപ്പോൾ നഷ്ടപ്പെടുകയാണെങ്കിലും മറ്റു നഷ്ടം എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റുന്ന നഷ്ടമാണ്. കാരണം കുറച്ച് തുണികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ആ ലാപ്ടോപ്പ് പ്രധാനപ്പെട്ടതാണ്. അതൊരു മാക്ബുക്ക് എയറിൻ്റെ ലാപ്ടോപ്പാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പാണ്. തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്കുണ്ടായ ഈ പേഴ്സണൽ ലോസ് ഈ യൂട്യൂബ് വീഡിയോയെ, നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന ഈ യൂട്യൂബ് വീഡിയോയെ ബാധിക്കരുത് എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടത് എന്തായാലും നഷ്ടപ്പെട്ടു അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് നമ്മളൊരു പ്രസൻറ്റ് മൊമെൻറ്റ്സ് നമ്മൾ എന്തിനാണ് ഓർമ്മലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് യാത്ര എൻജോയ് ചെയ്യാം.
പക്ഷേ ഞാനെങ്കിലും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ലാപ്ടോപ്പ് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഫ്ലിക്സ് ബസ്സിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ ഇന്നലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോസ്റ്റ് ലിങ്കേജ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. എപ്പോഴും അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം, ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ നമ്മൾ ഷിക്കാഗോയിലേക്ക് എത്തുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത ബസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം വേണ്ട എന്ന് തോന്നുന്നു. അതേ ഓൾറെഡി ഗ്രേ ഹൗണ്ടിൻ്റെ പാർക്കിംഗ് സെൻറ്റർ നമ്മൾ എത്തിയിടണം ഷിക്കാഗോയിൽ. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മളുടെ നഷ്ടപ്പെട്ട ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നു. അടുത്ത ബസ്സിന് നമ്മൾ ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും ഒരു 1 hour ഉണ്ട് അടുത്ത ബസ് വരാൻ വേണ്ടിയിട്ട്. ഷിക്കാഗോ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയൊരു ബസ് സ്റ്റേഷനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ. എനിവേ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാനൊരു 30 minutes ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ഡെൻവർ യൂണിയൻ സ്റ്റേഷനിലേക്കുള്ള ബസ്സാണ്. ഈ ബസ് നാളെ രാവിലെ, ഇപ്പോൾ ഇവിടെ സമയം 11 മണിയാണ് രാവിലെ. ഇത് നാളെ രാവിലെ 8:15 ഡെൻവറിലെത്തുന്നത്. അപ്പോൾ ഒരു പകലും ഒരു രാത്രിയും ഇതേ ബസ്സിൽ 6A എന്നുള്ള സീറ്റിലാണ്. ഞാൻ നമ്മുടെ ബാഗേജ് ലോസിൻ്റെ കാര്യം ഇവിടെ നിന്നിട്ട് ഒരു ഗ്രേ ഹൗണ്ടിൻ്റെ കസ്റ്റമർ കെയർ ഓഫീസറിനോടും സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഒരു ബാഗ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കിട്ടിയാൽ ഉടനെ ഇമെയിലിലും എൻ്റെ ഫോണിലും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഓൾറെഡി മിക്കവാറും എല്ലാവരും ബസ്സിനകത്ത് കയറിയിരുന്നു. എൻ്റെ ചേച്ചിയുടെ മോള്, എൻ്റെ നീസ ഇവിടെ ഷിക്കാഗോ ഉണ്ട്. അവൾ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വരുന്ന സമയം അവളെ വിളിച്ച് പറയണം എന്ന്, എവിടെ വെച്ച് പറ്റുമെങ്കിൽ കാണാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മുടെ ബാഗേജ് നഷ്ടപ്പെട്ട ലോസും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ അവളോട് ആ കഥകളൊക്കെ അല്ലേ പറയേണ്ടത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല. മേ ബി ഈ വീഡിയോ വരുന്ന സമയത്തായിരിക്കും അവളും അറിയുന്നത് ഞാൻ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു എന്ന്.
നാട്ടിൽ നമ്മൾ ബസ്സിൽ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന ചില സ്ലീപ്പർ ബസ്സുകളിലൊക്കെ ഇതിനേക്കാളും നല്ല ഫെസിലിറ്റീസ് നമുക്ക് ആ ബസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ബസ്സിലും ഒക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ വ്യത്യാസം നാട്ടിൽ നമ്മളീ പോകുന്ന റോഡുകളുണ്ടല്ലോ, ഈ പലതും റോഡ്, ട്രാഫിക്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും, നമ്മൾ ഭയങ്കര ടയേർഡാവും. ഇവിടെ പക്ഷേ നല്ല റോഡും നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആയതുകൊണ്ട് ക്ഷീണം എന്ന് പറഞ്ഞൊരു സംഭവം തോന്നുന്നേയില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിന് പാരലായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു 2-3 ട്രാക്ക് കടന്നുപോയി. ന്യൂയോർക്കിൽ നിന്ന് ഷിക്കാഗോ വരെ യാത്ര ചെയ്തപ്പോൾ വാച്ചിലെ ടൈമും മാറ്റേണ്ടി വന്നു. കാരണം ന്യൂയോർക്കും ഷിക്കാഗോയും തമ്മിൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ യാത്ര ചെയ്തത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള കാലിഫോർണിയയിൽ എത്തുമ്പോൾ സമയം വീണ്ടും 3 മണിക്കൂർ കുറയും. അതായത് ന്യൂയോർക്കിൽ 10 മണിയായിരിക്കുമ്പോൾ കാലിഫോർണിയയിൽ 7 മണിയായിരിക്കും സമയം. Time is 3:13. We'll be leaving at 3:20. Please make sure you were back on the bus before 3:20. ഓരോ ബസ് സ്റ്റേഷനിലും ഒരല്പം കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോ ബസ് സ്റ്റേഷനിൽ നിർത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വരേണ്ട കാര്യമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയത് അവർ ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഈ ടൈം സ്കെഡ്യൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ആരൊക്കെ തിരിച്ച് കയറുന്നില്ല, ആർക്കെങ്കിലും ബസ് മിസ്സാകുന്നുണ്ടോ, അതൊന്നും അവരുടെ ഒരു കൺസേണേ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും ഇവർ പറയുന്നു, ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്കൊരു 20 മിനിറ്റ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആ 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തിരിച്ച് വരണം, അല്ലെങ്കിൽ ആ ബസ് നമുക്ക് മിസ്സാകും. ഞാനിപ്പോൾ ഈ ലോവ സിറ്റിയെക്കുറിച്ച് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുമായിരുന്നേ. അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസാണ് ഇത്. മിഡ് വെസ്റ്റ് റീജിയണിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. ഇത് കൊളറാഡോയിലല്ല, ജോൺസൺ കൗണ്ടി, അതിലാണ് ലോവ സിറ്റി വരുന്നത്. ഈ ജോൺസൺ കൗണ്ടിയിലെ ഒരു ലാർജസ്റ്റ് സിറ്റിയാണ് ഈ ലോവ എന്ന് പറയുന്നത്. മേ ബി അതിൻ്റെ ഒരു ഔട്ട്സ്കേർട്സ് ആയിരിക്കും നമ്മളിപ്പോഴ് ഈ കാണുന്നത്. ഈ റോഡ് ബസ് യാത്രയൊക്കെ നടക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന സിറ്റിയുടെ അകത്തുകൂടി ആയിരിക്കില്ല.
ഒമഹ എന്ന സ്ഥലത്താണ്. രാത്രി ഏകദേശം 11 മണി ആയിട്ടുണ്ട് ഇപ്പോഴ്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് ഇപ്പോഴേ പുറപ്പെടാൻ തുടങ്ങിയാണ്. ഇവിടെ ഏകദേശം അരമണിക്കൂറില്ല, ഏകദേശം ഒരു 45 മിനിറ്റായിട്ട് ഈ ഒമഹ സ്റ്റേഷനിലുള്ള അവിടെയാണ് നമ്മൾ ആ വെൻഡിങ് മെഷീനൊക്കെ കാണിച്ചത്. ബസ് സ്റ്റാൻഡിനകത്തുള്ളതാണ്. അവിടെ ബാത്റൂംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാത്റൂമിൽ അങ്ങനെ കുളിക്കാൻ തോന്നിയില്ല. മാത്രമല്ല എൻ്റെയും ഈ നമ്മുടെ ട്രാവലേഴ്സ് ബർഗ് ഒക്കെ ലാപ്ടോപ്പ് പോയതിന് കൂടുതൽ പോയി. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പുതുതായിട്ട്. എന്തായാലും നമ്മൾ അനിവാര്യമായതുമായി അനുരഞ്ജനം ചെയ്യണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എന്തായാലും പുതിയ പേസ്റ്റും ബ്രഷും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോഴാണ് ഇവിടെ നിന്ന് ഈ ഒമഹ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇനി നേരെ പുറപ്പെടുന്നത് ഡെൻവർ എന്നുള്ള സ്ഥലത്തേക്കാണ്. ഈ ഒമഹ അല്പം കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങളിവിടെ ബസ് വന്ന് നിർത്തിയപ്പോൾ തന്നെ ഈ ഒരുപാട് പോലീസ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ അടുത്തിരുന്ന ആളായിരുന്നു. അയാളെന്നോട് പറഞ്ഞു, ഈ അമേരിക്കയിൽ ഏറ്റവും അധികം ക്രൈം നടക്കുകയും ഏറ്റവും അധികം റോബറിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇത്. അപ്പോൾ മാത്രമല്ല, ഞങ്ങളെ ഈ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ നേരത്തെ വെൻഡിങ് മെഷീൻസ് ഒക്കെ കാണിച്ച സ്ഥലമുണ്ടല്ലോ, അവിടത്തേക്ക് നമ്മുടെ ഈ ചേഞ്ചിങ് റൂംസും ബാത്റൂംസും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ബിൽഡിംഗ് ഉണ്ട്. അതിനകത്തേക്ക് കയറാൻ പോലീസുകാരും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തെന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമായിരിക്കും. അത് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരും ശബ്ദവും ഒക്കെ കേൾക്കാൻ പറ്റും. ഐഡിയാസ്. ഇത് വെളുപ്പാങ്കാലം 3:50 ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ലെക്സിങ്ടൺ എന്ന് പറയുന്നൊരു സ്ഥലമാണ്, കെൻറ്റക്കി എന്ന സ്റ്റേറ്റിൽ. ഈ ലെക്സിങ്ടൺ അറിയപ്പെടുന്നത് ഹോസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് കേട്ടോ. ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് നോക്കിയിട്ട് പറയുന്നതാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് ഹോസ് ഫാംസും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ടും ഈ യാത്രയ്ക്കിടയ്ക്കായതുകൊണ്ടും അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ സ്ഥലത്തുകൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെക്സിങ്ടൺ എന്നുള്ള സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ വച്ചിട്ട് നമ്മുടെ ഈ ഒരു ടൈം സോൺ 1 മണിക്കൂർ കൂടി വീണ്ടും കുറയുകയാണ്. ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയ എത്തുമ്പം 3 hours ആണല്ലോ കുറയുന്നത്. അത് നമ്മൾ ഷിക്കാഗോ എത്തിയപ്പോൾ ഓൾറെഡി 1 മണിക്കൂർ കുറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും 1 മണിക്കൂർ കൂടി കുറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി അതെ കറക്റ്റാണ്, 3:34 ആണ് ഇവിടുത്തെ സമയം. ഇപ്പോൾ എനിക്കും വാച്ചിലെ ടൈം അങ്ങനെ റീസെറ്റ് ചെയ്യണം. മൊബൈലിൽ ഓൾറെഡി അങ്ങനെ തന്നെ ആയിട്ടുണ്ട്, 3:34 തന്നെയാണ്. ഇനി നമ്മൾ ഡെൻവർ യൂണിയൻ സ്റ്റേഷനാണ് അടുത്ത സ്റ്റോപ്പ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അത് ഡെൻവർ എന്ന് പറയുന്നത് കൊളറാഡോ സ്റ്റേറ്റിലാണ്. അത് മോർണിംഗ് 8:15 ആണ് അവിടെ എത്തുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഓൾറെഡി കൊളറാഡോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഡെൻവർ എന്നുള്ള സ്ഥലത്തേക്കാണ് ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെൻവർ എന്നുള്ള സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ബസ്സിൽ കയറേണ്ടത്. ഇനി ഓൾറെഡി നമ്മൾ 3 ബസ്സിൻ്റെ യാത്ര അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 ബസ് കൂടിയേ ബാക്കിയുള്ളൂ സാൻ ഫ്രാൻസിസ്കോയിലേക്ക്. ഈ കൊളറാഡോയുടെ പിക്ചേഴ്സും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം കാണുന്നത് ഈ മരുഭൂമികൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന വലിയ പഴക്കമുള്ള ചില വീടുകളുടെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഈ ബസ് യാത്രയ്ക്കിടയിൽ അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് എടുക്കാം.
എനിക്ക് ഈ സ്ലോ മോഷൻ ഷോട്ട്സ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ അത് പഠിപ്പിക്കുന്നത് ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതും ഇങ്ങനെ ഓടിപ്പോകുന്നതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവില്ല. അഥവാ കാണുകയാണെങ്കിൽ തന്നെ ഈ കാണുന്ന പലതിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജീവിതവും പലപ്പോഴും ഈ വേഗത്തിൽ നമ്മൾ ഓടുന്നതിനിടയ്ക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ അതിഭീകരമായ ഫിലോസഫി ഒക്കെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ ലാപ്ടോപ്പ് പോയല്ലോ, ലാപ്ടോപ്പ് പോയി അതിനകത്തൊരു വളരെ പ്രഷ്യസ് ആയിട്ടൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. ഈവൻ ലാസ്റ്റ് ചെയ്ത ആ വീൽസ് കുടജാതി എന്നുള്ള ഡോക്യുമെൻ്ററിയുടെ ഒരു മാസ്റ്റർ പോലും അതിനകത്തായിരുന്നു. കുഴപ്പമില്ല, അതിൻ്റെ എഡിറ്റർ സാജൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടാവും. പിന്നെ എൻ്റെ എയർപോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ആ ബാഗിനകത്ത്. പക്ഷെ ഞാൻ റീസെൻ്റ്ലി കേട്ട ഒരു കാര്യമുണ്ട്, മരണധ്യാനം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് ഈ ഓരോരോ കാര്യങ്ങളും നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് താവോയിസത്തിൻ്റെ പാർട്ടായിട്ട് ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു കാരണമാണ് മരണധ്യാനം എന്നാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് മുതൽ നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നു. അത് പുതിയ സെല്ലുകൾ അവിടെ വരുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഷർട്ട് ഉണ്ടാവും, അത് നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്കത് പാകമല്ലാതെ വരും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് നഷ്ടപ്പെടും. വീണ്ടും പുതിയ ഷർട്ട് വരും. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ നമുക്ക് മാറേണ്ടി വരും. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അതാണ്, നമുക്ക് ഓരോന്നും നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു പേടി, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് സൈറ്റുകളിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുന്നതായിരുന്നല്ലോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ സേഫ്റ്റി പ്രശ്നമുണ്ടോ, ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണമോ എന്ന് വരെ ഞാനിപ്പോഴും ആലോചിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ കണ്ടിരുന്ന ഒരു പോലീസുകാരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് അയാൾ പറയുകയും ചെയ്തു. പക്ഷെ വീണ്ടും ആലോചിച്ചത് ഇപ്പോഴത്തെ ആ മാക്ബുക്ക് എയർ ആയതുകൊണ്ട് എല്ലാം നമ്മുടെ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ടാണ് എല്ലാത്തിലേക്കും ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെന്നിട്ട് പുതിയൊരു ലാപ്ടോപ്പ് ഡെഫിനറ്റ്ലി വാങ്ങണം. ഞാൻ ഓൾറെഡി മനസ്സുകൊണ്ട് അത് കിട്ടില്ല ആയിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു ദിവസം സമയം മതിയല്ലോ. ഇപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലായി, എന്നിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷനും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല തന്നെയാണ് അവരുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഞാൻ ഓൾമോസ്റ്റ് ആ അവസ്ഥയുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണം. അത് കഴിവതും എനിക്ക് തോന്നുന്നു ഇവിടെ തമിഴ്ചേട്ടൻ്റെ വീട്ടിലെത്തിയാൽ ഉടനെ ഇവിടുത്തെ ആമസോണിൽ നിന്ന് തന്നെ നമുക്കത് ഓർഡർ ചെയ്യാം. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് പുതിയ ലാപ്ടോപ്പുമായിട്ടായിരിക്കും. യാത്ര അവസാനിച്ചിട്ടില്ലെങ്കിലും ഈ യാത്ര നിങ്ങളെ എന്താണ് പഠിപ്പിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആനന്ദത്തോടെ അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. മുൻപ് എവിടെയോ വായിച്ച ഒരു
അത് ആക്ച്വലി ഒരു 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 ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ പോലെ കണ്ടതാണ്. അത് ഇങ്ങനെയാണ്, ഡു യു ഹാവ് എ പ്രോബ്ലം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ആരോ കൊടുക്കാം. ഒന്ന് എസ് എന്ന് പറയാം, നോ എന്ന് പറയാം. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതിന് നമുക്ക് യെസ് എന്നോ നോ എന്നോ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒറ്റ പോയിന്റിലേക്കാണ്. ദെൻ വൈ യു ആർ ഗെറ്റിംഗ് വറീഡ്. ഇപ്പോൾ ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാവും, ചിലതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു പോയി, അത് നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. അത് കിട്ടുവാണെങ്കിൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ നമ്മളത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ ഒരുപാട് വറീഡായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. കൊളറാഡോയെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങളും ഈ കാണുന്ന കാഴ്ചകളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. എൻ്റെ മനസ്സിലൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു സ്ഥലമായിരുന്നു കൊളറാഡോ. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നോക്കൂ, അന്തരീക്ഷം പോലും ആ ഒരു ഗ്രേ ഷെയ്ഡിലാണ്. യൂണിയൻ സ്റ്റേഷൻ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവിടെ അടുത്ത ഒരു ഹോൾ ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് കണ്ടു. നോക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലും സാൻഡ്വിച്ചോ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ നോക്കാം. ഇവിടെ നല്ല സുഷി റോൾസ് ഉണ്ട് കേട്ടോ, ട്രൈ ചെയ്തരാം. യാത്രക്കിടയിൽ സുഷി കഴിച്ച് ഇനി വയറിന് പണി കിട്ടുമെന്നൊരു ചെറിയ പേടി തോന്നിയേ. അങ്ങനെ ചിക്കൻ തന്നെ സെലക്ട് ചെയ്യുവാണ്.
കൊളറാഡോയിൽ നിന്ന് നമ്മൾ അടുത്ത ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്താൻ വേണ്ടി ഇനി ഒരു ബസ്സിൽ കൂടി വേണ്ടി മാത്രമാണ് കയറാനുള്ളത്. അത് പക്ഷേ ഡേ ടൈമിൽ മാത്രമുള്ള ഏകദേശം ഒരു 5 മണിക്കൂർ മാത്രം ഇരിക്കേണ്ട ഒരു ബസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ 4ാമത്തെ ബസ്സിലാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഗ്രേയും യെല്ലോയും നല്ല കളർ കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. അതാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊളറാഡോയുടെ നിറം തന്നെ ഗ്രേ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കൊരു മഞ്ഞ പെയിന്റ് അടിച്ച ഒരു ട്രക്ക് പോവുകയോ ഒരു മഞ്ഞ പെയിന്റ് അടിച്ച ബിൽഡിങ്ങോ ഒക്കെ ഈ ഗ്രേ പശ്ചാത്തലത്തെ കാണുമ്പോൾ അതൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഈ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം തോന്നുന്നത് നമ്മൾ വളരെ ലൈവായിരിക്കും. നമ്മൾ ഈ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ളതിലായിരിക്കും നമ്മൾ എല്ലാ സമയത്തും. പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഒരു ലാപ്ടോപ്പ് പോയതൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് ഇരിക്കേണ്ട സമയമാണ് അല്ലേ. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ്. കുറേ സ്വയം കുറേ ഫിലോസഫിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. പ്രത്യേകിച്ച് നമ്മളൊരു സോളോ ട്രാവലിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നോക്കുന്നുണ്ടെങ്കിലേ അതൊരു വലിയ സുഖമുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും ഞാൻ വളരെ സംശയമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഇപ്പോൾ ന്യൂയോർക്കിലെന്നോ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് സ്പിരിറ്റ് ട്രാവൽസിനോ മറ്റോ നമ്മൾ കാലിഫോർണിയയിൽ എത്തുക എന്ന് പറയുന്നതിനൊരു $400 അറൗണ്ട് ആ കോസ്റ്റേ വരത്തുള്ളൂ. ആ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഈ ബസ് ട്രാവലിനും ആകുന്നത്. ഈ ട്രാക്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഒരല്പം കൂടുതലാകുകയും ചെയ്യും. അപ്പോഴും ഈ സ്ഥലങ്ങൾ കൂടുതൽ അറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആകാശമല്ലാതെ നമ്മൾ വേറൊന്നും കാണുന്നില്ലല്ലോ. പക്ഷേ ഈ യാത്ര ഏകദേശം ഒരു യാത്രയുടെ 75% കഴിഞ്ഞു നമ്മളിപ്പോൾ. അപ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യാത്ര ചെയ്തത് നല്ലതായി എന്ന് തന്നെയാണ്. ഇടയ്ക്ക് ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതർവൈസ് ഇപ്പോൾ ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ ഈ നേരത്തെയും ബ്രൂക്ലിൻ, വാഷിംഗ്ടൺ DC പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെയും വന്നിട്ടുള്ളതാണ്. പക്ഷെ അതിന് ശേഷമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഷിക്കാഗോയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഈ കൊളറാഡോയിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. കൊളറാഡോയിൽ തന്നെയുള്ള ഡെൻവറിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് പരിചിതമായ സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞു.
ഈ കൊളറാഡോ പറഞ്ഞു കേട്ടതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ മുഴുവൻ നമ്മുടെ നിറയെ പർവ്വത നിരകളും, പക്ഷെ മുഴുവൻ ഒരു ഡെസേർട്ട് കൈൻഡ് ഒരു ടെറൈനാണ്. പക്ഷെങ്കിലും ഇടയ്ക്ക് ഈ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കൽക്കരി ഖനനം പോലത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് കാണാം. ബസ്സിലങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോഴ് നേരെ അടുത്ത സൈഡിലേക്ക് മാറിയിരുന്നു. ഇവിടെ നിന്നാണ് കൂടുതൽ നല്ല വിഷ്വൽസ് കാണാൻ പറ്റുന്നത്. പണ്ടൊരിക്കൽ ഇതുപോലെ, അത് UK-യിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഞാൻ ട്രെയിനിൽ ഇതേപോലെ ഒരു ദീർഘയാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഈ പാടങ്ങളിൽ ഈ നിൽക്കുന്ന പശുക്കളുണ്ടല്ലോ, അപ്പം നമ്മൾ ഈ പോകുന്ന വേഗതയുമായിട്ട് നോക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു നിശ്ചല ചിത്രങ്ങളായിട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പശുക്കൾ തന്നെയാണോ, ഇങ്ങനെ മേയുന്ന പശുക്കളാണോ, അതോ അങ്ങനെ എന്തെങ്കിലും ഹോർഡിങ്സുകൾ വെച്ചിരിക്കുകയാണെന്നൊക്കെ ആദ്യം കണ്ടപ്പോൾ സംശയം തോന്നി. പിന്നെയാണത് മനസ്സിലായത്, നമ്മുടെ വേഗത അവരുടെ ഒരു ചെറിയ ചലനത്തെക്കാളും വളരെ വേഗത്തിലല്ലേ ഈ ബസ്സും ട്രെയിനും ഒക്കെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവരവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നതാണ്. കൊളറാഡോയിൽ കൂടുതൽ കാണുന്നതും ഈ ഇൻഡസ്ട്രീസും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ട്രക്കുകളും ഒക്കെയാണ് കേട്ടോ. അല്ലാതെ ആക്ച്വലി ഒരു റെസിഡൻഷ്യൽ അങ്ങനെ ഒരു വലിയ സ്ഥലങ്ങൾ കാണുന്നില്ല. മേ ബി നമ്മളെ പോകുന്ന വഴിയുടെ പ്രത്യേകതയായിരിക്കും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരു ജീവിതം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നതിനേക്കാളും അപ്പുറമാണ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ വിഷ്വലി അത്ര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇവിടെയൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഭക്ഷണം കുറഞ്ഞു പോയതിൻ്റെ വാശി തീർക്കുവാനോട്ട് ഇന്ന് ഭക്ഷണത്തോട് ഭക്ഷണമാണ്. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, അമേരിക്കയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
യാത്രയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു ബ്രൂക്ലിനിൽ നിന്ന് വാഷിങ്ടൺ ഡി സിയിലെത്തി. വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് ബസ് പുറപ്പെട്ടു തുടങ്ങിയ സമയം മുതൽ ഈ യാത്ര, ഞാനിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വളരെ മണ്ടത്തരമായി പോയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ആ തോന്നലുണ്ടായത് നമ്മളുടെ ഈ ലാപ്ടോപ്പും അത് വച്ചിരുന്ന ആ ബാഗും ഒക്കെ നഷ്ടപ്പെട്ട ആ ഒരു പേഴ്സണൽ നഷ്ടത്തിൽ നിന്നുണ്ടായ ഒരു ഫെയിൽ കൂടി ആയിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ നഷ്ടം നമുക്ക് മാറിക്കിട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും വലിയ ഹോപ്പില്ല എന്ന് തോന്നുന്നു. കാരണം സ്റ്റിൽ അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിവേ, അത് കിട്ടില്ല എന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ആ അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ കാണുമ്പോൾ ഈ കൊളറാഡോ കഴിഞ്ഞ സമയം മുതൽ ഇങ്ങനെ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉണ്ടാകുന്നത് കേട്ടോ. കാരണം ഇത്രയും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്കിപ്പോഴും ഹിമാചൽ പ്രദേശിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മനാലിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഈ അതിപ്പോൾ തമിഴ്നാട് ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനായിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ ഫോറസ്റ്റുകളുണ്ട്, ഡെഫിനറ്റ്ലി നമുക്കുണ്ട്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷെ അമേരിക്കയിലുള്ളത് ഈ പ്രത്യേകിച്ചും ഈ കൊളറാഡോ കഴിഞ്ഞ സമയത്ത് ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളെന്നുള്ളത് വേറെ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കാത്ത അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മനോഹരവും നമ്മൾ ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു വിശാലതയാണ് നമ്മൾ കണ്ണു തുറന്നാൽ നേരെ കാണുന്നത്. ഇത് ഒരുപാട് ഈ അക്വസ്ട്രെയിൻ ഫാംസ് ഒക്കെ ഉള്ള സ്ഥലമാണ് തോന്നുന്നത് കേട്ടോ. കാരണം വഴിയിൽ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. നല്ല രസമായിരിക്കും അല്ലേ? ഇങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്തിനകത്ത് ഒരു ചെറിയ വീട്ടിൽ ഒരു കുതിരയുമായിട്ട് താമസിക്കാനൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുതിരയെ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കൗബോയ് സിനിമകളുടെ ഒക്കെ ലൊക്കേഷൻസ് ഇങ്ങനത്തെ സ്ഥലമായിരുന്നു.
വീണ്ടും ഒരു കോഫി കുടിക്കാനുള്ള സമയമായിരിക്കുകയാണ് ഡിയേഴ്സ്. എനിക്ക് ഭാവിയിൽ ഇതുപോലെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് മെക്സിക്കോ, കൊളംബിയ, ഈ സ്ഥലങ്ങളൊക്കെ. ഇപ്പൊ ബസ്സിൽ ആളൊന്നുമില്ല കേട്ടോ, ആകെ ഒരു 4-5 പേരേ ഉള്ളൂ. ഇത് എനിക്ക് വേണ്ടി ഓടിക്കുന്ന ബസ്സാണോ എന്ന് തന്നെ എനിക്ക് സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ മോർണിംഗ് വരെ ഈ ബസ്സിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ തന്നെ പിറകിൽ ഒരു സ്പാനിഷ് മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നില്ലേ? ആ മ്യൂസിക് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ മെക്സിക്കോയിലും കൊളംബിയയിലും പോകുന്ന കാര്യം ഇങ്ങനെ ഓർത്തത്. ഇവിടെ 30 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു, ഞങ്ങൾക്ക് പോലും കഴിക്കാനുള്ള സ്പേസ് ഇല്ല. വെറുതെ പുറത്തിറങ്ങിയിട്ട് നോക്കാം, എന്തെങ്കിലും നല്ല ഡിഷസ് എന്തെങ്കിലും എടുക്കാനുണ്ടോ. ഈ അമേരിക്കയിലെ വെയിൽ നല്ല രസമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഹ്യൂമിഡിറ്റി അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ വേർക്കുകയല്ല, നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നുകയല്ല. പിന്നെ വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടുന്നത് കൊണ്ടായിരിക്കും നമുക്ക് കൂടുതൽ ഒരു എനർജി ഫീൽ ചെയ്യും കുറച്ച് നേരം വെയിലത്ത് നിന്ന് കഴിയുമ്പോൾ. പിന്നെ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ടില്ലേ, ഇവിടുത്തെ ഇലകളൊക്കെ മഞ്ഞ നിറവും ചുവപ്പും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ഫോൾ സീസൺ ആണ്, അപ്പോൾ അതിൻ്റെ തുടക്കമാണ്. ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് നല്ല രസമായിരിക്കും. മുഴുവൻ ഇലകളൊക്കെ പച്ച മാറിയിട്ട് മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ട് മാറും. നമ്മളിപ്പോൾ ന്യൂയോർക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ന്യൂയോർക്കിൻ്റെ മണം സത്യം പറഞ്ഞാൽ ഒരു കഞ്ചാവിൻ്റെ മണമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ എൻ്റെ ബസ്സിലൂടെ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് ഒരു സുഹൃത്തുണ്ട്, ഞാൻ പരിചയപ്പെട്ട ആളുമൊക്കെയാണ്. കക്ഷിയും ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും കഞ്ചാവിൻ്റെ മണമാണ്.
വെറുതെ മണം മാത്രമല്ല വലിച്ചു വിട്ടിട്ട് ഭയങ്കരമായിട്ട് ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട് കൃഷി. എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. ആക്ച്വലി കണക്ഷൻ ബസ്സുകളൊന്നും മിസ് ചെയ്യാതെ ഇതുവരെ എത്തി എന്നുള്ളതിൽ അക്കാര്യത്തിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. പക്ഷെ സ്റ്റിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ കാര്യം ഞാൻ ആ ഗ്രേഹൗണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴവരും വീണ്ടും ചെക്ക് ചെയ്തിട്ട് സ്റ്റിൽ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ അത് ഫോർമലായിട്ട് പറയുന്നതാണല്ലോ, വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് ഇരിക്കൂ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും എന്നുള്ളൊരു രീതിയിൽ നമ്മളെ ഒന്നുകൂടി നമുക്ക് ഹോപ്പ് തരുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇപ്പം ആക്ച്വലി ആ ബസ്സിലുണ്ടെങ്കിൽ ഒരു തൊട്ടടുത്ത ദിവസമൊക്കെ തന്നെ അറിയട്ടെ. തീർച്ചയായും ഇനി നമുക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല ഇപ്പോഴ് ഞാൻ തമ്പിയാനിയുടെ അടുത്തേക്കാണ് പോകുന്നത്, സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പോൾ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്താണ് സാൻ ഫ്രാൻസിസ്കോയിൽ തമ്പിയാനി താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട് അറിയാം. പിന്നെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നത് വ്യോമിംഗ് എന്നുള്ള സ്റ്റേറ്റിലെ ഇവാൻസ്റ്റൺ എന്നുള്ള സ്ഥലത്തൂടെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എത്തുന്നത് സാൾട്ട് ലേക്ക് സിറ്റി എന്നുള്ള സ്ഥലത്താണ്. ഈ ഇവാൻസ്റ്റൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഈ രണ്ടു വശത്തും ഈ മലനിരകൾ നിറഞ്ഞ സ്ഥലമാണ്. ഉറപ്പായിട്ടും ഇവാൻസ്റ്റൺ ഒരു സിറ്റിയുടെ മുഖം ഇതായിരിക്കില്ല. ഇത് അതിൻ്റെ ഒരു റൂറൽ ഏരിയ ആയിരിക്കണം ഈ ബസ് വേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അർബൻ പാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോൾ റോഹ്താങ് പാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ റോഹ്താങ് പാസിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും ഓൾമോസ്റ്റ് ഇതുപോലെയാണ്, ഇതുമായിട്ട് സാമ്യമുള്ളതാണ്. ഇവാൻസ്റ്റൺ എന്നുള്ള ഈ സ്ഥലത്ത് ആ ഒരു ടണലിലൂടെ കയറി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ റോഹ്താങ് പാസ് ഓർത്തുന്നേ ഉള്ളൂ കേട്ടോ. അവിടെയും ഒരു ടണലുണ്ട് ഇപ്പോൾ, അടൽ ടണൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രധാനമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്ത ഒരു ടണലാണ്. അല്ലാതെ ഒരു പെട്ടെന്ന് അത് ഒരു റോഹ്താങ് പാസും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഇവാൻസ്റ്റൺ എന്നുള്ള സ്ഥലത്തു കൂടിയുള്ള യാത്ര.
നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ യാത്ര ചെയ്യുമ്പോഴാണ്. നോക്കൂ, ഇക്കഴിഞ്ഞ 5-6 മണിക്കൂറിൽ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഭൂപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. ഞാനിതിനിടയ്ക്ക് നമ്മുടെ മാക്ബുക്ക് എയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തു കേട്ടോ. മൊബൈലിൽ iCloud ലോഗിൻ ചെയ്തിട്ട് മാക്ബുക്ക് എയർ iCloud നിന്ന് എറൈസ് ചെയ്തു അതിൻ്റെ ഡേറ്റയൊക്കെ. അപ്പോൾ ആരെങ്കിലും അത് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലേക്ക് നമ്മൾ iCloud സ്റ്റോർ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇതൊക്കെ ഒരു നല്ലൊരു ഹാക്കറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. എനിവേ, പക്ഷെ ഇപ്പോഴും നമ്മുടെ iCloud തന്നെ ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനിലൂടെ ഞാനത് എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓഫ്ലൈനായിട്ടാണ് കാണിക്കുന്നത്. ലാപ്ടോപ്പും അതിൻ്റെ കൂടെ ഒരു എയർപോഡ് ഉണ്ടായിരുന്നു, അതും ഓഫ്ലൈനായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണുന്നതിനേക്കാളും ഗോൾഡൻ ആണ് അമേരിക്കയിലെ സൺറൈസും സൺസെറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തന്നെ കാഞ്ചൻജുങ്ക പോലുള്ള സ്ഥലങ്ങളിലുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആഹാ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അല്ലേ. ഈ യാത്ര മിക്കവാറും എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് യാത്ര കൂടിയായി മാറുമെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന്, നമ്മളുടെ ഈ പലതും നഷ്ടപ്പെടുന്നത് ഒന്നും നഷ്ടമല്ല എന്നുള്ള തിരിച്ചറിവ്. പിന്നെ വേറെ എനിക്ക് തോന്നുന്നു, ഞാൻ ആക്ച്വലി എൻ്റെ കുറേ ഈ ഗ്രേ ഹെയറൊക്കെ ഞാനിങ്ങനെ കറുപ്പിക്കുകയും അത് ആക്ച്വലി എൻ്റെ ഒരു ഞാൻ അമൃത TV-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ ഒരു 26-27 വയസ്സ് മുതൽ തന്നെ എൻ്റെ തലമുടിയിലൊക്കെ ഗ്രേ ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രേ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാനിങ്ങനെ ഹെയർ കളർ ചെയ്യുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ അറിയില്ല ഈ തലമുടിയിലൊക്കെ എത്രത്തോളം സ്ഥലത്താണ് ഗ്രേ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ളത് ഇപ്പോഴും അറിയില്ല. അപ്പോൾ നാട്ടിൽ വന്നാലുടനെ ആദ്യം ചെയ്യാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്ന് മുട്ടയടിച്ചിട്ട് പിന്നെ ഗ്രേ ഹെയർ എല്ലാം എങ്ങനെ പുറത്ത് കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടി റിയൽ ആക്കാം. ഡെൻവറിൽ നിന്ന് ഈ ബസ്സിൽ കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ സീറ്റിന് ഒരു സീറ്റ് മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഈ ബസ്സിൽ കയറിയത് മുതൽ ഈ എയർപോർട്ടും വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനോടോ മറ്റോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയത്ത് എവിടെ എത്തി, എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്നൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെയോ ഒരു സുഹൃത്തിൻ്റെയോ ഒക്കെ സ്ഥാനത്താണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസിയോടെ, ആ ഒരു ഫ്രീഡത്തോടെ, ആ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളോടൊക്കെ ഈ യാത്രാനുഭവം ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ഇത്തരം യാത്രകളിൽ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ വാട്സപ്പിൽ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, ഇത്തരം പരിപാടികളൊക്കെ വളരെ വളരെ കുറവാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട്, 2 രാത്രികളായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും നോക്കിയിട്ടില്ല.
നാട്ടിലോ ഇവിടെയോ ഉള്ള അധികം സുഹൃത്തുക്കളോടും സംസാരിച്ചിട്ടില്ല. ഒരുപാട് കോഴ്സ് എടുക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് വിളിക്കണം, അവരിൽ ഭൂരിപക്ഷം പേരെയും. പിന്നെ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ളത് എന്നെ ഇങ്ങോട്ട് ഉള്ള ഈ യാത്രയ്ക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത സിജിയും ഷീല ചേച്ചിയും ഒക്കെ വിളിച്ചപ്പോൾ ഡെഫിനറ്റ്ലി കോഴ്സ് എടുത്തിട്ടുണ്ട്. അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളുമൊക്കെ. പിന്നെ തമ്പിച്ചേട്ടനും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് തമ്പിച്ചേട്ടനുമായിട്ടാണ്, തമ്പി ആന്റണിയുമായിട്ടാണ്. തമ്പിച്ചേട്ടനാണ് എവിടെ എത്തി എന്ന് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് തമ്പിച്ചേട്ടൻ. നമ്മളിപ്പോൾ സാൾട്ട് ലേക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ഇപ്പോൾ അത് നിർത്തിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്ന ട്രാം എന്നുള്ള ഒരു സർവീസ് ഉണ്ട്. നമ്മുടെ ഈ റോഡിലൂടെ തന്നെ പോകുന്ന ഒരു തരം ട്രെയിനാണത്. അത്തരത്തിലുള്ള ഒരു ട്രെയിൻ ഇവിടെ സാൾട്ട് ലേക്ക് സിറ്റിയിലും കാണാൻ കഴിഞ്ഞു. എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ അമേരിക്കയിൽ ഫുൾ മൂൺ നൈറ്റ് കാണുന്ന അതേ രാത്രി അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത രാത്രി, എന്തായാലും ഈ 24 hours ഡിഫറൻസ് ഉണ്ടല്ലോ, ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത രാത്രിയിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലെ ഫുൾ മൂൺ ആയിരിക്കുമോ? എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റ് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് പോലെ നമുക്ക് എല്ലാ സിറ്റിയിലും ഇതേപോലെ ഒരു 20 minutes ഒക്കെ പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലേ? ഈ കണ്ടിന്യൂസ് ബസ് യാത്ര എന്നുള്ളതല്ലാതെ. നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും ഒരു ബസ് യാത്ര ഇങ്ങനെ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഓരോ പ്രധാനപ്പെട്ട സ്ഥലത്തുനിന്ന്, ഇപ്പോൾ ഷിക്കാഗോയിൽ ഒരു 2 ദിവസം, ഡെൻവർ പോലെ ഈ കൊളറാഡോയിൽ ഒരു 2 ദിവസം, അങ്ങനെ എല്ലായിടത്തും ഒരു 2 ദിവസമൊക്കെ താമസിച്ചിട്ട് യാത്ര ചെയ്യണം. അപ്പോൾ നമുക്കും ആ നഗരത്തെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആക്ച്വലി ഒരു ടീസർ പോലെയാണ്, നമ്മളൊരു ഓടി കണ്ട് പോവുകയാണ് ഈ അമേരിക്ക മുഴുവൻ. നമ്മളിപ്പോൾ എൽക്കോ എന്നുള്ള സിറ്റിയിലാണ്. ഇത് നെവാഡ എന്ന അമേരിക്കയിലെ സ്റ്റേറ്റിലാണ് എൽക്കോ എന്ന ഇതുള്ളത്. ഇവിടെ വളരെ പെട്ടെന്നൊരു 10 minute മാത്രമേ ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓടിപ്പോയിട്ട് ഒരു ജ്യൂസ് എടുത്തിട്ട് വന്നു. അങ്ങനെ അപ്പോൾ വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
ഇപ്പോൾ ഓൺ ദ വേയിൽ നോക്കട്ടെ. ഈ നെവാഡ രസമുള്ള സ്ഥലമാണ്, പക്ഷെ രാത്രി ഇപ്പോഴും സമയം 11 ആയിക്കഴിഞ്ഞു. അപ്പോൾ രാത്രി ഉള്ള 1-2 ഷോട്ട്സ് എങ്കിലും ഈ എൽക്കോ സിറ്റിയുടേത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. നമ്മൾ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ എത്തിയിരിക്കുവാണ്. ഇത് രാവിലെ സമയം 5:30 ഇവിടെ. ഇനി നമുക്ക് ഒരു ബസ്സും കൂടി മാത്രം കയറിയാൽ മതി. അത് 6:15 സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 11:30 സമയത്ത് നമ്മൾ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്ത് എത്തും. സാൻ ഫ്രാൻസിസ്കോയുടെ തൊട്ട് മുൻപുള്ള സ്റ്റോപ്പാണ് ഓക്ലാൻഡ്. തമ്പി ആന്റണിയെ നമ്മൾ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. തമ്പിച്ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് ഈ 3 രാത്രികൾ കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്ന എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ഇനി നമ്മൾ ഏകദേശം അവേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കയറാൻ പോകുന്ന 5ാമത്തെ ബസ്സാണ്. ഈ ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെയുള്ള യാത്ര 5 ബസ്സുകളിലൂടെയാണ് നമ്മൾ ചെയ്തത്. അതിൽ 1ാമത്തെ ബസ്സിൽ തന്നെ നമുക്ക് ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു. ആ ലാപ്ടോപ്പിനെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും രാവിലെ വീണ്ടും അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മിക്കവാറും നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ തമ്പിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഓക്ലാൻഡ് എന്ന സ്ഥലത്താണ് തമ്പിച്ചേട്ടൻ നമ്മളെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലെ അവസാനത്തെയും 5ാമത്തേതുമായ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഈ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ സമയം 6:15. നമ്മൾ 11:45 ആകുമ്പോഴാണ് ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്തെത്തുന്നത്. ഓക്ലാൻഡ് എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് തൊട്ട് മുൻപുള്ള സ്റ്റോപ്പാണ്. ഈ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററും നിവാഡ എന്നുള്ള സ്റ്റേറ്റിൽ തന്നെയാണ് കേട്ടോ. ഈ സ്പാർക്ക് എന്നുള്ളതിന് തന്നെ റിനോ എന്നും ഈ സ്ഥലത്തെ പറയാറുണ്ട്. ഈ മലഞ്ചെരുവിലും ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മളെ ചെറിയ പ്രകാശമൊക്കെ കാണുന്നത് വീടുകളിൽ നിന്നാണ്.
നെവാഡ എന്ന ഈ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്താണ് ഈ സ്പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 3 ദിവസമാകുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ ബസ് യാത്രയാണിത്. നമ്മൾ 3 രാത്രികളാണ് നമ്മൾ ബസ്സിൽ ചിലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 72 മണിക്കൂറുകൾ നമ്മൾ ബസ്സിലായിരുന്നു. സാധാരണ ട്രാവൽ ബ്ലോഗേഴ്സ് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര നിങ്ങൾ ചെയ്തിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. മാത്രമല്ല ഇത് അത്രത്തോളം അഡ്വൈസബിളുമല്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ 3 ദിവസം തുടർച്ചയായുള്ള യാത്ര, ഈ 72 മണിക്കൂർ യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ടയറിങ് ആയിരിക്കും. ഞാൻ പിന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. നമ്മളെ മരണം വരെ ഓർത്തിരിക്കാവുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത്, ഇത്തരം ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ സ്ഥലത്തിലും, ഉദാഹരണത്തിന് ഷിക്കാഗോ, ഈ നമ്മളെ കൊളറാഡോയുടെ ഡെൻവർ, ഇങ്ങനെയുള്ള ഇടയ്ക്കൊരു റെഗുലർ ഇൻ്റർവെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ, ഫാമിലി ആണെങ്കിൽ കൂടി അതൊരു നല്ല യാത്രയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടാണ് യാത്ര തുടരുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് നാട്ടിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ബസ് യാത്രയാണ് ഡൽഹിയിൽ നിന്ന് മനാലിയിലേക്കുള്ള യാത്ര. റോഡ് ഇത്ര സുഖമുള്ള റോഡൊന്നും അല്ലാന്നേ ഉള്ളൂ. പക്ഷെ അന്തരീക്ഷം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈ മഞ്ഞു മൂടിയ മലനിരകളും, പിന്നെ അവിടെയും മനോഹരമായിട്ടുള്ള ഒരു റിവറുണ്ട്, ബീസ് റിവർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു ട്രാവൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ബീസ് റിവർ എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോഴേ ഇത്രയും മിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ നവേഡ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റിൽ കയറിയിരിക്കുവാണ്. കാലിഫോർണിയയിലേക്ക് എത്തിയിരിക്കുവാണ്. നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റാണ്. പക്ഷേ വീണ്ടും നമുക്കൊരു 3 മണിക്കൂർ കൂടി ട്രാവൽ ചെയ്യാനുണ്ട് ഈ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വേണ്ടി. ഇത് സാക്രമെൻറ്റോ ബസ് സ്റ്റേഷനിലേക്കാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത്. എത്ര പെട്ടെന്നാണല്ലേ ആ മഞ്ഞ് മൂടിയ അന്തരീക്ഷം പെട്ടെന്ന് ഇങ്ങനെ നല്ല ഗോൾഡൻ സൺലൈറ്റിലേക്ക് മാറിയത്. ഒരു യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം.
ഇടയ്ക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിലും ഇപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല. എന്തായാലും പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാം. നമ്മളിതാ കാലിഫോർണിയയിലെ സുസു സിറ്റി എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി 2 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഓക്ലാൻഡിൽ എത്തും. ഇനി ഓക്ലാൻഡ് എത്തുന്നതിന് മുന്നേ ഒലയോ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ യാത്ര അവസാനിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ദിവസം കടന്നുപോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. വളരെ ക്യുക്കായിട്ടായിരുന്നു. എനിക്ക് മനസ്സിലിപ്പോഴും ഞാൻ ഇന്നലെയാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത് എന്നുള്ളൊരു ഫീലാണ്. അങ്ങനെ പിന്നെ ഈ എഗൈൻ ആൻഡ് എഗൈൻ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ലാപ്ടോപ്പ് പോയെങ്കിലും ഉറക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ ബസ് യാത്ര അവസാനിക്കാൻ ഇനി 30 മിനിറ്റ് മാത്രം. നമ്മൾ ഓൾറെഡി ഓക്ലാൻഡ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. Yes, we will be reaching Auckland in 5 minutes. ആക്ച്വലി ഞാൻ ഓക്ലാൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒക്കലാൻഡ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് തോന്നുന്നുണ്ട്. ഇപ്പോൾ തമിഴ്ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഒക്കലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒക്കലാൻഡ് എങ്കിൽ ഒക്കലാൻഡ്. നമ്മളെന്തായാലും സ്ഥലത്തെത്തി.
ഓക്കെ ഡിയേഴ്സ്, നമ്മൾ വെസ്റ്റ് ഓക്ക്ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് തമ്പിച്ചേട്ടൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് വിളിച്ചു ചോദിക്കാം. Hi, welcome to Bay Area, San Francisco. Let's go. അപ്പോൾ ഡിയേഴ്സ്, അങ്ങനെ ഒക്ക്ലാൻഡിൽ വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടനെ കണ്ടു. അങ്ങനെ തമ്പിച്ചേട്ടനും ഒത്ത തമ്പിച്ചേട്ടന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. On the way, we can see the University of Berkeley. ആണോ? Yeah, somebody got a Nobel Prize announced a couple days ago. Professor from Berkeley. Berkeley on that hills. നമ്മള് തമ്പിച്ചേട്ടനുമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യാത്രകളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇതിന് തമ്പിച്ചേട്ടനും കൂടെ ന്യൂയോർക്കിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എം ട്രാക്കിൽ വീണ്ടും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് മുന്നിൽ വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഇപ്പോഴും. പക്ഷെ തമ്പിച്ചേട്ടനും പറയുന്നത് ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി അവര് പറയേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ 3 ദിവസമായില്ലേ. അപ്പൊ തുറന്നു പറയാം, ഞാനും ആ ഒരു വലിയ പ്രതീക്ഷയില്ല. സങ്കടമുണ്ട്, എങ്കിലും ഇനി അത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നോക്കാം. അല്ല, ജീവിതത്തിൽ എന്താണേലും പണമാണേലും എന്താണേലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഓർക്കരുത്. ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസ്റ്റർബ് ആവും. Forget about it. So think about the future. Whatever we lost is lost. ഇതാണ് കേട്ടോ. ഞാനും ആക്ച്വലി നിങ്ങളുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞ ഈ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട കാര്യമൊക്കെ. ഞാൻ ഈ എൻ്റെ ഇവിടുത്തെ ഒരു സുഹൃത്തുക്കളോടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഏറ്റവും അധികം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തമ്പിച്ചേട്ടനുമായിട്ടാണ് ഈ യാത്രയിൽ. അപ്പൊ തമ്പിച്ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഈ തമ്പിച്ചേട്ടന്റെ കാറിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഒരു ബാഗ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ ഓവർ ദി ഫോൺ പറയുമ്പോൾ നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾ കൂടി ഡിസ്റ്റർബ്ഡ് ആകും. എന്തിനാണ് അത്? തമ്പിച്ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് കാര്യം. നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ട്രാവൽസ് അവസാനിക്കുന്നില്ല. തൽക്കാലം നമ്മുടെ ടണലിലേക്ക് കയറുന്നതിന് മുമ്പേ ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ടാറ്റാ.